Good morning, all. Good morning, Miss. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരോ? കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? എന്താണ് പറയട്ടെ? നോക്കി ഓക്കെ ആണോ? ക്ലിയർ ആണോ? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ഓക്കെ. ജൂനിയർ റെസിഡന്റ് ഇൻ ICU വരെയല്ലേ മിസ് പറഞ്ഞു എത്തിയത്? അവിടെ വരെയല്ലേ? ബാക്കി കണ്ടിന്യൂ ചെയ്യും. അതിൽ ആ ഭാഗത്തിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജൂനിയർ റെസിഡന്റും സീനിയർ റെസിഡന്റും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ നമുക്ക് ഓപ്പൺ യൂണിറ്റ്, ക്ലോസ്ഡ് യൂണിറ്റ് ഒക്കെ അതൊക്കെ. ഓക്കെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ മിസ്. നെക്സ്റ്റ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ICUയിലെ അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു ഹോസ്പിറ്റൽ ICUയില് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്? നമുക്ക് ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും പിടിച്ച് നമുക്ക് ICUയിൽ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അല്ലെ? മാനദണ്ഡങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ICUയിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ നോക്കിയേ, to optimize ICU resources and enhance outcomes. എന്ത് ചെയ്യാ? ഹോസ്പിറ്റലിലെ ICUയിലെ റിസോഴ്സുകള് പരമാവധി ഉപയോഗപ്പെടുത്തില്ല, ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് എന്ത് വർദ്ധിപ്പിക്കണം? ഔട്ട്കംസ് വർദ്ധിപ്പിക്കണം അല്ലെ? ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന്റെ റിക്കവറി അല്ലെ? പേഷ്യൻസിനെ ഗുഡ് ആക്കാം അല്ലെ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആക്കാം. അപ്പൊ എന്താണ്, നമുക്ക് ICUയില് പലതരത്തിലുള്ള എന്തുപയോഗിക്കുന്നുണ്ട്? എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് തന്നെ മിസ് പറഞ്ഞു, ട്രെയിനഡ് ആയിട്ടുള്ള അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ICUയിലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ എന്താണ്, ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ സേവനങ്ങൾ ഉണ്ട് അല്ലെ? ആണോ? അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെ, ആ ICUയിലുള്ള റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തി എന്താണ്, പേഷ്യൻസിന്റെ ഔട്ട്കംസ്, അവരിൽ നിന്ന് ലഭിക്കുന്ന ആ ഔട്ട്കംസ് പരമാവധി വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് പറയുന്നത്, ICU അഡ്മിഷൻ ഷുഡ് ബി ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമ്പിനേഷൻ ഫാക്ടേഴ്സ്. എന്താണ്, താഴെ തന്നിരിക്കുന്ന ആ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്പിറ്റലിലെ ICUയിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നത്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് നോക്കിയേ? പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പേഷ്യന്റ് സെവറിറ്റി ഓഫ് ഇൽനെസ് അല്ലെ? എന്താണ്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ എന്താണ്, അസുഖത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് അല്ലെ? ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനല്ലേ പരമാവധി ICUയിൽ അഡ്മിറ്റ് ആക്കുന്നത്? ആണോ? അപ്പൊ രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചാണ് അല്ലെ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് ICUയിലേക്ക്. നെക്സ്റ്റ് രണ്ടാമത് പറയുന്നത് എന്താ? സ്പെസിഫിക് പേഷ്യൻസ് നീഡ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ട് തെറാപ്പീസ് അല്ലെ? എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ്, ജീവനെ എന്താണ് രക്ഷിക്കുന്ന പലതരത്തിലുള്ള സപ്പോർട്ടീവ് എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ? ICUയില് വെന്റിലേറ്റേഴ്സ്,
അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് നമ്മുടെ പേഷ്യൻസിന് ആവശ്യമെങ്കിൽ അല്ലെ, സ്പെസിഫിക് പേഷ്യൻസ് നീഡ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്, ഐസിയുവിൽ നിന്ന് ലഭിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെ, ഐസിയുവിൽ നിന്ന് ലഭിക്കുന്ന മാത്രം ലഭിക്കുന്ന എന്താണ് ജീവൻ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള തെറാപ്പീസിന് വേണ്ടിയിട്ട് അല്ലെ എന്തിന് ഹോസ്പിറ്റലിൽ ഐസിയുവിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെന്റിലേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ കിട്ടും. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാല് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആണോ? വാർഡുകളില് റൂംസുകളില് അവൈലബിൾ ആണോ? ഇല്ല അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് വേണം? ഐസിയുവിൽ മാത്രമായിരിക്കും അല്ലെ അതൊക്കെ ആ ഒരു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അവരെന്താണ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് പേഷ്യൻസിന് ലഭിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ് എന്താണ്? ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം നടത്തുക. ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനെ രോഗനിർണയം നടത്താനായിട്ട് നമുക്ക് വാർഡുകളിൽ കിടത്തിയ ശരിയാവോ? ഇല്ല അല്ലെ. അവർക്ക് എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസുകളുടെ സഹകരണത്തോടെ കോപ്പറേഷനോട് കൂടിയല്ലേ അവർക്ക് ഡയഗ്നോസിസ് നടത്താൻ സാധിക്കുള്ളൂ. ചിലപ്പോ വെന്റിലേറ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടി, രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി. പിന്നെ പ്രോഗ്നോസിസ്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവചനം. എന്താണ് പ്രവചിക്കുന്നത് ഹോസ്പിറ്റലില്? നമ്മുടെ അസുഖങ്ങൾ അല്ലെ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെ, ഡോക്ടർ നമ്മുടെ എന്താണ് ട്രീറ്റ്മെന്റുകള്. പിന്നെ എന്താ? ഡോക്ടർ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിങ്ങാണ്ട് നമ്മുടെ അസുഖങ്ങൾ പറയാറില്ലേ? ഹാർട്ട് കണ്ടീഷൻസ് അല്ലെ. അപ്പൊ എന്താണ് ഒരു രോഗിക്ക് പ്രോഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടി അല്ലെ, ഈ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് അവർക്ക് എന്താണ് ലൈഫ് സപ്പോർട്ടുകൾ കൊടുത്തുങ്ങാണ്ടിട്ട് അവരെ പ്രോഗ്നോസിസ് നടത്തുന്നതിന് വേണ്ടി. നെക്സ്റ്റ് പൊട്ടൻഷ്യൽ ബെനഫിറ്റ്സ് ഫ്രം ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ഇടപെടൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് ലഭിക്കുന്ന ഇടപെടൽ എന്തൊക്കെയാണ്? ടെസ്റ്റുകള് ഇടപെടലാണോ? ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങള്, പ്രൊസീജിയേഴ്സ് അല്ലെ, അതൊക്കെ ഒരു പേഷ്യൻസിന് നടത്തുന്ന ഇടപെടലല്ലേ? ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ, ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു എന്താണ് ഇന്റർവെൻഷനിൽ നിന്നുള്ള പ്രയോജനം? ചിലപ്പോ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ നമുക്ക് എന്താണ് ഐസിയുല് അവിടെയുള്ള എക്യുപ്മെന്റുകളുടെ സഹായത്തോടു കൂടി മാത്രമല്ലേ നമുക്ക് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്താൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇന്റർവെൻഷനിൽ നിന്നുള്ള അല്ലെ ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം. രണ്ടാമത് വരുന്നത് ലാസ്റ്റ് വൺ എന്താണ്? ബെഡ് അവൈലബിലിറ്റി അല്ലെ. ബെഡിന്റെ അവൈലബിലിറ്റി കൂടി വേണ്ടേ ഹോസ്പിറ്റൽ ഐസിയുല കൊണ്ടുവരുന്ന? അപ്പൊ എന്താണ് ബെഡ് അവൈലബിലിറ്റി ഉണ്ടെങ്കിലും പേഷ്യൻസിന് എന്താണ് ഐസിയുല് കിടത്താറുണ്ട് അല്ലെ, കുറച്ച് ക്രിട്ടിക്കലുള്ള പേഷ്യൻസിനെ ഐസിയുലേക്ക് കയറ്റുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? പ്രയോറിറ്റൈസേഷൻ. ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് മുൻഗണന കൊടുക്കുന്നത് ആർക്കാണ്? പേഷ്യൻസിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച്. രണ്ടാമത് എന്താണ്? ആ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് അഡ്വാൻസ്ഡ് ആയിട്ട് എന്താണ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ് ആവശ്യമെങ്കിൽ അവരെന്താണ് നമ്മൾ ഐസിയുല് കിടത്തുന്നുണ്ട്. പിന്നെ എന്താണ്? രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി. നാലാമത്തത് പ്രോഗ്നോസിസ് അല്ലെ, എന്താണ്? പ്രവചനം നടത്താം അല്ലെ. അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ട് അല്ലെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താണ് അല്ലെ, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതൊക്കെ പറയുന്നതിന് വേണ്ടി. നെക്സ്റ്റ് എന്താണ്? ബെനഫിറ്റ്സ് ഫ്രം ഇന്റർവെൻഷൻ അല്ലെ, ഇടപെടൽ അതായത് ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൊസീജിയേഴ്സ്, സർജറി. സർജറിക്ക് അതിൽ പെടില്ലേ? ഇന്റർവെൻഷനിൽ പെടില്ലേ സർജറി ഒക്കെ? അപ്പൊ ഇന്റർവെൻഷൻ ഇടപെടലുകളിൽ നിന്നുള്ള പ്രയോജനം. ഇപ്പൊ ആ സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ നമ്മൾ എവിടേക്കാണ് കിടക്കുന്നത്? ഐസിയുലേക്കല്ലേ. അവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പൊട്ടൻഷ്യൽ ബെനഫിറ്റ്സ് ഫ്രം ഇന്റർവെൻഷൻ. ലാസ്റ്റ് വൺ എന്താണ്? ബെഡ് അവൈലബിലിറ്റി. എന്താണ്? ഐസിയുവിലെ ബെഡുകളുടെ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലും എന്താണ് ഐസിയുവിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഐസിയുല് ഡേ ടു ഡേ
കെയർ പ്രൊസീജിയേഴ്സ്, ഒരു ഐസിയുലെ ഓരോ ദിവസവും നടത്തുന്ന പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്. ഫസ്റ്റ് പറയുന്നത് എന്താ, connection with the parent unit is necessary for proper treatment of patients in ICU. ICU കിടക്കുന്ന പേഷ്യൻസിന് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ശരിയായ രീതിയിലുള്ള ഒരു പരിചരണം ലഭിക്കണമെങ്കിൽ എന്ത് വേണം, മാതൃ യൂണിറ്റിന്റെ പാരന്റ് യൂണിറ്റിന്റെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. പാരന്റ് യൂണിറ്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പാരന്റ് യൂണിറ്റ് കേട്ടിട്ടുണ്ടോ? ഐസിയുല് പാരന്റ് യൂണിറ്റ്. ഒരു ഹോസ്പിറ്റലില് ഐസിയുല് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, അവരെ ബൈസ്റ്റാൻഡേഴ്സിനെ ആ ഒരു ഐസിയുന്റെ അടുത്ത് തന്നെ റൂം എടുത്ത് താമസിപ്പിക്കാറുണ്ടോ? അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ബൈസ്റ്റാൻഡേഴ്സിന് ഉത്തരവാദിത്തം കൊടുക്കാനായിട്ട് അല്ലെ. എന്താണ്, ഐസിയുല് കിടക്കുന്ന പേഷ്യൻസിന് മെഡിക്കേഷൻസ് ആവശ്യമായിട്ട് വരും അല്ലേ, ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അവരുടെ കെയേഴ്സ്, അവരുടെ ഫാമിലി, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആള് വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അതാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻസിനെ സഹായിക്കുന്നതിന് വേണ്ടി അവരാരെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് എന്താണ് റൂം എടുത്ത് ആ ഒരു ഐസിയുവിന്റെ അടുത്ത് തന്നെയായിരിക്കും ഈ പാരന്റ് യൂണിറ്റ് വരുന്നത്. റൂം എടുത്ത് താമസിക്കുന്നതിനെയാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചെറിയ കൊച്ചാണ്, പീഡിയാട്രിക് ഐസിയു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പഠിച്ചു. അപ്പൊ അവിടെ ഒരു ചെറിയ കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്താണ്, ഷുവർ ആയിട്ടും അവരുടെ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണ്ടേ ആ ഒരു കൊച്ചിന് കെയേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ചിലപ്പോ അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ്, അവരുടെ കെയറിൽ അവിടുത്തെ ഡോക്ടേഴ്സ്, സിസ്റ്റർമാർ അല്ലെ, നഴ്സുമാരുടെ ഒരു കോപ്പറേഷന് വേണ്ടിയിട്ട് ഇവരെ പാരന്റ്സിനെ താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറെ താമസിപ്പിക്കുന്നതാണ് പാരന്റ് യൂണിറ്റ്. അപ്പൊ എന്ത് വേണം, ഐസിയുലെ പ്രോപ്പർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പാരന്റ് യൂണിറ്റിന്റെ സഹകരണം, കോർപ്പറേഷൻ വേണം. ക്ലിയർ ആയോ? കണക്ഷൻ വേണം. ഓക്കെ ആണോ? ഇപ്പൊ ഐസിയുല ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഐസിയുല ഒരു കുഞ്ഞിനെയാണ്, ഒരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 3 വയസ്സുള്ള കൊച്ചിനെയാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ചെയ്യും, തീർച്ചയായിട്ടും അല്ലെ, മിക്ക ഹോസ്പിറ്റലിലും ഉണ്ട്. ഉണ്ട്. എന്ത് ചെയ്യും, ആ കൊച്ച് അവർക്ക് മെഡിക്കേഷൻ കഴിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തീർച്ചയായും അവരുടെ മദറിന്റെ ഹെൽപ്പ് വേണ്ടി വരും അല്ലെ. ആ കൊച്ചിന് ഫുഡ് കൊടുക്കാന് അല്ലെ, മദറിന്റെ കെയർ വേണ്ടി വരും അല്ലെ, ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അവര് ഇപ്പൊ കൊച്ചിന്റെ കാര്യത്തിൽ അങ്ങനെ, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ എന്താണ്, അവർക്ക് മരുന്നുകൾ വാങ്ങിച്ചു കൊടുക്കുക അല്ലെ, മെഡിക്കേഷൻസ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെ, അവർക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റുകൾ നടത്തണം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അവര് എന്താണ് ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നടത്തണ്ടേ, ഡ്രസ്സുകൾ മാറ്റണം ഐസിയുയിൽ കിടക്കുന്ന പേഷ്യൻസിന് വേണോ. അപ്പൊ അവര് ആ ഒരു സിസ്റ്ററിന് അല്ലെങ്കിൽ ആ ഒരു അവിടെ നിൽക്കുന്ന നേഴ്സിനെ സഹായിക്കണം. അപ്പൊ എന്ത് വേണ്ടി വരും, ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് വേണ്ടേ, വേണ്ടേ, ബൈസ്റ്റാൻഡർ വേണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടി എന്ത് വേണം, ഈ പാരന്റ് യൂണിറ്റിന്റെ ഒരു കണക്ഷൻ ഐസിയുലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആവശ്യമായിട്ട് വരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ്, routine ICU rounds shall be held in morning at 9 to 11 AM under whom patient is admitted. എന്താണ്, നമ്മുടെ ഐസിയുല് പേഷ്യന്റിനെ ആരാണോ അഡ്മിറ്റ് ചെയ്യുന്നത് അല്ലെ, ഇപ്പൊ നമ്മ പറഞ്ഞു ചിലപ്പോ ഫിസിഷ്യൻ ആവാം അല്ലെ, അല്ലെങ്കിൽ കാർഡിയോളജി ഡോക്ടർ ആവാം. ആ പേഷ്യന്റ് കാണുന്ന കൺസൾട്ടന്റ് അല്ലേ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത് ഐസിയുല്. ആ പേഷ്യന്റ് ഏത് ഡോക്ടറെയാണോ കാണുന്നത് അല്ലെ, ആ ഡോക്ടർ ആയിരിക്കും പേഷ്യന്റിനെ ഐസിയുയിൽ അഡ്മിറ്റ് ആക്കുന്നത് അല്ലെ. അപ്പൊ ആ ഡോക്ടർ എത്ര മണിക്കാണ് ഐസിയുയിൽ വരുന്നത്, ഐസിയുല് മോർണിംഗ് 9 to 11 AM ആ ഡോക്ടർ ഐസിയുല് റൗണ്ട്സിന് വേണ്ടി വരുന്നത്. ഓക്കെ ആണോ?
ആ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഐസിയുവിന്റെ റൗണ്ട്സ് ടൈം ട്ടോ. മോർണിംഗ് 9 to 11 എന്താണ് പേഷ്യന്റിനെ ആരാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നത്, ഏത് ഡോക്ടർ ആണോ അഡ്മിറ്റ് ചെയ്യുന്നത്, ആ ഡോക്ടർ മോർണിംഗ് 9 to 11 AM എന്തിനു വേണ്ടി വരുന്നു? ഐസിയുല് റൗണ്ട്സിന് വേണ്ടി വരുന്നു. ദ മെയിൻ ഡിസിഷൻ റിഗാർഡിംഗ് ട്രീറ്റ്മെന്റ് ഈസ് ടേക്കൺ ഇൻ ദീസ് റൗണ്ട്സ്. എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. ചിലപ്പോ എന്ത് വേണ്ടി വരും? പുതിയ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരുമല്ലോ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ചിലപ്പോ എക്സ്ട്രാ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അല്ലെ. ആണോ? എക്സ്ട്രാ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള ഡിസിഷനുകൾ, ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള മെയിൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ റൗണ്ട്സ് ടൈമിലായിരിക്കും. ക്ലിയർ ആണോ? ഡിസ്ചാർജ്, ഐസിയുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന തീരുമാനം, അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ റൗണ്ട്സ് 9 to 11 AM എന്നുള്ള ആ റൗണ്ടിങ് ടൈമിലായിരിക്കും. ക്ലിയർ ആയോ? നെക്സ്റ്റ്, the treatment initiated to patient is written by the senior resident posted in ICU. Extensive care is given patients അല്ലെ. എന്താണ് രോഗിക്ക് ചിലപ്പോ വിപുലമായിട്ടുള്ള അല്ലെ കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കേണ്ടി വരുമല്ലോ. ചിലപ്പോ എന്തെങ്കിലും സപ്പോർട്ടിംഗ് സർവീസുകൾ കൊടുക്കേണ്ടി വരും അല്ലെ, എക്യുപ്മെന്റുകളുടെ സേവനം, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കേണ്ടി വരുമെങ്കിൽ ആരാണ് അതിനുള്ള റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്? രോഗിക്ക് സീനിയർ റെസിഡന്റ് ആയിരിക്കും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് പേഷ്യന്റ് നമ്മുടെ ഐസിയിലുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത്. എന്താണ് ചിലപ്പോ രോഗിക്ക് തുടങ്ങിയിരിക്കുന്ന അല്ലെ, ഇപ്പൊ ഐസിയുവിൽ ഒരു പേഷ്യന്റിനെ കിടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അല്ലേ? അപ്പൊ ആ ട്രീറ്റ്മെന്റിൽ അവർക്ക് തുടങ്ങിയിരിക്കുന്ന ട്രീറ്റ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ? ചിലപ്പോ വിപുലീകരണങ്ങൾ അല്ലെ, വിപുലമായ പരിചരണങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതാരാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്? സീനിയർ റെസിഡന്റ് ആയിരിക്കും നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? ഫസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ ഐസിയുവിലെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാതൃ യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. മാതൃ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? രണ്ടാമത് വരുന്നത് എന്താണ്? ഐസിയുവിലെ റൗണ്ട്സ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് രാവിലെ 9 മണി മുതൽ 11 മണി വരെ ആയിരിക്കും. ഈ രോഗിയെ കുറിച്ച് ആരാണ് ആ സമയത്ത് റൗണ്ട്സ് ചെയ്യുന്നത്? റൗണ്ട്സിന് വേണ്ടി വരുന്നത് ഏത് ഡോക്ടർ ആയിരിക്കും? ഈ പേഷ്യന്റ് കൺസൾട്ട് ചെയ്തിരിക്കുന്ന അല്ലെ, ഈ പേഷ്യന്റിനെ ആരാണോ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് ആ ഡോക്ടർ ആയിരിക്കും കൺസൾട്ടേഷന് വേണ്ടി, റൗണ്ട്സിന് വേണ്ടി വരുന്നത്. സീനിയർ ഡോക്ടർ അല്ല, കൺസൾട്ട് ചെയ്തിരിക്കുന്ന, ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഡോക്ടർ. ഓക്കെയാണോ? നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരാനുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പിന്നെ പറയുന്നത് എന്താ? ആ പേഷ്യന്റിനെ കുറിച്ചുള്ള എന്താണ് മെയിൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അല്ലെ. മെയിൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ റൗണ്ട്സ് ടൈമിലായിരിക്കും. ഈ ഡോക്ടർ പേഷ്യന്റിനെ ചെക്കപ്പിന് വരുന്ന സമയത്തായിരിക്കും. അതുവരെ ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഈ ഡോക്ടർ പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സപ്പോർട്ടിംഗ് സർവീസുകൾ കൊടുക്കണമെങ്കിൽ അവര് ആളെന്ത് ചെയ്യും? ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളിൽ എഴുതി വെക്കോ? വിപുലീകരിക്കണമെങ്കിൽ എഴുതി വെക്കോ? ഇന്ന മരുന്ന് മാറ്റണം അല്ലെ, വേറെ ഏതെങ്കിലും മരുന്ന് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ,
അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു എന്താണ് വിപുലമായ എക്സ്റ്റെൻസീവ് പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് നഴ്സുമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാരാ? സീനിയർ റെസിഡന്റ് ആയിരിക്കും ഈ തീരുമാനങ്ങൾ അല്ലെ, ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒരു കണക്ഷൻ കിട്ടിയോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് ഡിസ്ചാർജ് പ്രൊസീജിയർ അല്ലെ, നമുക്ക് ഈ ഐസിയുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? പേഷ്യന്റ് ഇൻ ഹൂം patients who are recovered and are steady can be discharged അല്ലെ. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിട്ട് അവരെന്ത് റിക്കവറി ആയി അല്ലെ, സുഖം പ്രാപിച്ച് അതല്ലെങ്കിൽ അവരെന്താണ് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഐസിയുവിൽ പെടുത്തണോ? വേണ്ടല്ലോ. അവരെ നമുക്ക് ഐസിയു ഒന്ന് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ. ഫസ്റ്റത്തെ ഡിസ്ചാർജ് എന്താ വരുന്നത്? റൊട്ടീൻ ഡിസ്ചാർജ് അല്ലെ. അതെന്താണ്? പേഷ്യന്റ് സ്റ്റേബിൾ ആയി അല്ലെ, അവര് റിക്കവർ ആയി അല്ലെങ്കിൽ അവരെന്താണ് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. രണ്ടാമത്തെ ഡിസ്ചാർജ് പ്രൊസീജിയർ ഏതാണ് വരുന്നത്? പേഷ്യൻസ് in whom immediate threat is worsened but needs close observation can either be discharged to wards or in intermediate care areas depending on needs for ICU beds. ഇപ്പൊ ഐസിയുല് ബെഡ്സിന്റെ കുറവുണ്ട്, വരാലോ. ഇപ്പൊ ഒരേ സമയം ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നാല് ഐസിയുല് ബെഡ്സിന്റെ ഷോർട്ടേജ് വരാലോ അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഐസിയുല് കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം കുറഞ്ഞിട്ടുണ്ട്, ആ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യാം? വാർഡിലേക്കോ അതല്ലെങ്കിൽ റൂംസിലേക്കൊക്കെ മാറ്റാലോ, ഷിഫ്റ്റ് ചെയ്യാലോ, ഒബ്സർവേഷൻ ഏരിയാസിലേക്ക് മാറ്റാലോ. ക്ലിയർ ആയോ? എന്താണ്? ഐസിയുല് ബെഡ്സിന്റെ വാർഡിലേക്കോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് റൂംസിലേക്കോ മാറ്റാം അല്ലെ. റൂമിൽ എന്താണ് ഇൻഫെക്ഷൻ ഒക്കെ ഏൽക്കാൻ കുറവുള്ള ചാൻസ് കുറവുള്ള ഏരിയാസ് അല്ലേ, വാർഡിലേക്ക് ആവുമ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം അല്ലെ. അപ്പൊ എന്താണ്? ഐസിയുല് ബെഡ്സിന്റെ കുറവ് വരുമ്പോൾ എന്താണ് അവര് ആ ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ലെ, അവര് എന്താണ് എന്താണ് അസുഖത്തിന്റെ തീവ്രത കൊണ്ടുവന്നിരിക്കുന്ന സമയത്തുള്ള അസുഖത്തിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെ, തുടർച്ചയായിട്ട് നിരീക്ഷിച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാം? വാർഡിലേക്കോ അതല്ലെങ്കിൽ എന്താണ് മറ്റ് അതായത് റൂംസിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെയാണത്. അത് രണ്ടാമത്തെ ഡിസ്ചാർജ്. ക്ലിയർ ആയോ? എന്താണ് ആരൊന്നും മിണ്ടാത്തെ? ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. മൂന്നാമത് വരുന്ന ഡിസ്ചാർജ് ഏതാണെന്ന് നോക്കിയേ. Patients whom death is agreed to be impending even if intensive care is continued and kept in ICU depending on availability of resources. എന്താണ് നമുക്ക് ഐസിയുവിലെ റിസോഴ്സുകളുടെ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ, മരുന്നുകൾ ഉണ്ട് അല്ലെ, ബെഡ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പൊ ചില സമയത്ത് നമ്മുടെ അടുത്ത് ഡോക്ടർ പറയാറുണ്ടല്ലോ, എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും കാര്യമില്ല, മരണം സുനിശ്ചിതമാണെന്ന് പറയുന്ന സമയം ഉണ്ടാവാറുണ്ടല്ലോ. തീർത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ. നമ്മൾ എന്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താലും കാര്യമില്ല, മരണം സുനിശ്ചിതമാണ് അല്ലെ. നമ്മളത് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ വരെ പറയുന്ന കണ്ടീഷൻ വരാറുണ്ടല്ലോ അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മ പേഷ്യന്റിനെ ഐസിയുല് കിടത്തിയിട്ട് കാര്യമുണ്ടോ? അവർക്ക് എത്ര അഡ്വാൻസ്ഡ് തെറാപ്പീസ് ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ് കൊടുത്താലും കാര്യമില്ല അല്ലെ, അവരുടെ ഡെത്ത് സുനിശ്ചിതമാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഐസിയുവിൽ നിന്ന് പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നു. ക്ലിയർ ആയോ? മൂന്ന് ഡിസ്ചാർജ് ഏതൊക്കെയാണെന്ന്?
ഓക്കെ ആണോ? ഫസ്റ്റ് വരുന്നത് റുട്ടീൻ ഡിസ്ചാർജ് പോലെ തന്നെ അല്ലെ. എന്താണ് അവര് റിക്കവറി ആയി അല്ലെ. അവർക്ക് വന്നിരിക്കുന്ന ആ അസുഖത്തിൽ നിന്ന് അവർ സുഖം പ്രാപിച്ചു. പിന്നെ അവിടെ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് വരുന്നത് എന്താണ് ഐസിയുവിലെ ബെഡ്സിന്റെ അവൈലബിലിറ്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഏത് പേഷ്യന്റിനെയാണ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്? പേഷ്യൻസിന്റെ അസുഖത്തിന്റെ തീവ്രത അല്ലെ, അവരെ കൊണ്ടുവന്നിരിക്കുന്ന സമയത്തുള്ള ആ ഒരു കണ്ടീഷൻ കുറഞ്ഞിട്ടുണ്ട് അല്ലെ, അവരൊന്ന് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ അവരെന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രം മതി അല്ലെ. അപ്പൊ അവരെങ്ങനെ വാർഡിലേക്കോ അതല്ലെങ്കിൽ എന്താണ് മറ്റ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റൂംസിലേക്കൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. മൂന്നാമത് വരുന്നത് എന്താണ് ഐസിയുവിലെ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. നമുക്ക് ഒരു പേഷ്യന്റിന്റെ ഡെത്ത് മരണം സംഭവിക്കുന്ന ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതൽ മരുന്നുകളൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരുപാട് വിലപിടിപ്പുള്ള മരുന്നുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് മരണം ഉറപ്പാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഐസിയുവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ വെന്റിലേറ്ററിലൊക്കെ കിടത്തുന്ന പേഷ്യൻസിനെ പറയാറില്ലേ? വെന്റിലേറ്ററിലൊക്കെ പേഷ്യൻസിനെ കിടത്തി കഴിയുമ്പോൾ ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ പറയില്ലേ നമുക്ക് ആ വെന്റിലേറ്റർ ഊരാം. ഇനി എത്ര നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാറില്ലേ ഡോക്ടർമാര്? ഒരുപാട് പൈസയാവും അല്ലെ, ചെലവാണ്. പക്ഷെ എന്താണ് നമുക്ക് പേഷ്യന്റിനെ കിട്ടൂല്ല അല്ലെ. ഓക്കെയാണ് ഇപ്പൊ അത്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ഐസിയു. ഐസിയുല് ഇൻചാർജ് ഉള്ള ഡോക്ടറുടെ അല്ലെ, ഇൻചാർജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഫസ്റ്റ് എന്താണ്? ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെ. ആ ഒരു ഐസിയുവിലെ ഭരണ പ്രവർത്തനങ്ങൾ, അതായത് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാരാ? ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ. ഐസിയുവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, സ്റ്റാഫുകൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാരാ? ആ ഒരു ഇൻചാർജർ ആയിരിക്കില്ലേ? ആർക്കാണോ ഡ്യൂട്ടി? അഡ്മിനിസ്ട്രേറ്റർ, അതായത് ഇൻചാർജറിനായിരിക്കില്ലേ? അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് ഇൻചാർജർ അല്ലേ? ഐസിയുല് ആരാണോ ഡോക്ടർ അല്ലെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആൾക്കാർക്കില്ലേ ഡ്യൂട്ടി കൊടുക്കുന്നത്? അപ്പൊ ഐസിയുലെ അഡ്മിനിസ്ട്രേഷൻ ഭരണപ്രവർത്തനങ്ങൾ അല്ലെ. ഒരു ഐസിയുലെ ഭരണപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്താ? പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടീസ് ആണോ ഐസിയുലെ പ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങള് നിയന്ത്രിക്കുന്നത് അല്ലെ, അതിന് വേണ്ട എന്താണ് സൂപ്പർവൈസിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഐസിയു ഇൻചാർജർ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ. ഫസ്റ്റ് പറഞ്ഞു അല്ലെ, എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ ഒരു കണ്ടിന്യൂറ്റി വേണ്ടേ, തുടർച്ച വേണ്ടേ? നമുക്ക് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതിയോ? ചിലപ്പോ എന്താണ് ഒരു മരുന്ന് കൊടുത്തിട്ട് ചിലപ്പോ 2 മണിക്കൂർ കഴിയുമ്പോ ചിലപ്പോ വേറെ മരുന്ന് കൊടുക്കണം അല്ലെ. ഒരു കണ്ടിന്യൂറ്റി, ഒരു തുടർച്ച വേണം അല്ലെ. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് നൽകുന്നതും ഈ ഐസിയു ഇൻചാർജർ ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് അറേഞ്ച് ടീച്ചിങ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ജൂനിയർ സ്റ്റാഫ് ഹു നീഡ് comprehensive instruction not only regarding patient care but also for use of unfamiliar equipments. എന്താണ് നമുക്ക് ഐസിയുവിൽ വർക്ക് ചെയ്യുന്ന അല്ലെ, ഐസിയുവിൽ ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുക? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഐസിയുവിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് A to Z കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണോ? എക്വിപ്മെന്റുകളുടെ ഉപയോഗത്തെ കുറിച്ച് അല്ലെ, പേഷ്യൻസിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെ, അവരുടെ എക്വിപ്മെന്റുകളുടെ ഉപയോഗത്തെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കണ്ടേ?
ജസ്റ്റ് രോഗിക്ക് കൊടുക്കുന്ന മരുന്നുകളെ കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? ആ കെയർ മാത്രം മതിയോ? കെയർ മാത്രം മതിയോ? ഇതന്നെയാ രോഗിക്ക് കൊടുക്കേണ്ട പരിചരണങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? അവിടെ ഒരുപാട് നമ്മൾ പറഞ്ഞു ലൈഫ് സപ്പോർട്ടിങ് എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം അല്ലെ? അവിടുത്തെ എന്താണ് വർക്കിംഗ് ടൈമിനെ കുറിച്ച് പഠിച്ചു കൊടുക്കണം അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ജൂനിയർ സ്റ്റാഫ് ഇൻചാർജിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് നൽകുക. കൂടാതെ എന്താണ് നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ, അതിൽ എടുത്തു പറയുന്നുണ്ട് പേഷ്യന്റിന്റെ കെയർ മാത്രമല്ല അല്ലെ, ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ എക്യുപ്മെന്റ്. അവർക്ക് എന്താണ് ഫെമിലിയർ അല്ലാത്ത അല്ലെ, സുപരിചിതമല്ലാത്ത എക്യുപ്മെന്റുകൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഒരുപാട് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിനെ കുറിച്ചുള്ള എന്താണ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, ടീച്ചിങ്ങും സൂപ്പർവിഷനും നടത്തേണ്ടത് ആരാണ്? നമ്മുടെ ICUലെ ഇൻചാർജറാണ്. ന്യൂ എക്യുപ്മെന്റുകൾ വരാം അല്ലെ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് 4th മൊഡ്യൂളില് ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ, മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരുപാട് എക്യുപ്മെന്റ് 42 എക്യുപ്മെന്റുകളെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? എന്താ നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്? ആ 3 പോയിന്റ് ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയണം. എന്നുവെച്ചാല് നമുക്കറിയാം ICUല് പേഷ്യന്റിന്റെ കെയർ മാത്രം കൊടുത്താൽ മതി. ആഷ്ന, കെയറിനെ കുറിച്ച് മാത്രം നമ്മുടെ ജൂനിയർ സ്റ്റാഫിന് കൊടുത്താൽ മതി ഒരറിവ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ് കേൾക്കുന്നതിനെ കുറിച്ച് മാത്രം ഇൻസ്ട്രക്ഷൻസ് തന്ന ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് കേൾക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രം ഒരു ഇൻസ്ട്രക്ഷൻസ് തന്നാൽ മതിയോ? ഇന്ന ടൈമിൽ ക്ലാസ്സിൽ കയറാം, ക്ലാസ് കേൾക്കാം, ആ സമയം കഴിയുമ്പോൾ ലെഫ്റ്റ് ചെയ്ത് പോവാം, അത് മാത്രം മതിയോ? ഇല്ല അല്ലെ? പിന്നെ അതിന്റെ കൂടെ വേറെ മോക്ക് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു തരണം ഇല്ലേ? മോക്ക് ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു തരണ്ടേ? എങ്ങനെയാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് അല്ലെ? എക്സാമുകളെ കുറിച്ച് പറഞ്ഞു തരണം അല്ലെ? ഒരുപാട് കാര്യങ്ങളില്ലേ ഇതിന്റെ പുറകെ. അതേപോലെ എന്താണ് നമ്മുടെ ICUല് കിടക്കുന്ന പേഷ്യൻസിന്റെ പരിചരണങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ ജൂനിയർ സ്റ്റാഫുകൾക്ക്? അതിന് വേണ്ട ഒരു അറിവ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൂപ്പർവിഷൻ മാത്രം നടത്തിയാൽ മതിയോ? പോരാ അല്ലെ? ICUലെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെ അവർക്ക് ഫെമിലിയർ അല്ലാത്ത അല്ലെ, അവർക്ക് അറിയാത്ത പല എക്യുപ്മെന്റുകൾ ഉണ്ടാവാലോ, പല പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം അല്ലെ, നടപടിക്രമങ്ങൾ ഉണ്ടാവാം അല്ലെ ICUല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് അവരുടെ ജൂനിയർ സ്റ്റാഫിന് ടീച്ചിങ്ങും സൂപ്പർവിഷനും നൽകുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ ICUലെ ഇൻചാർജർക്കാണ്. ക്ലിയർ ആയോ അർഷ്ന? നെക്സ്റ്റ് വരുന്നത് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്യുപ്മെന്റ്. എന്താണ് ICUലേക്ക് പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ ആവശ്യമായിട്ട് വരും അല്ലെ, അല്ലെങ്കിൽ ഉള്ള എക്യുപ്മെന്റ്സുകൾ സർവീസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? അവര് ആ റിപ്പയറിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുള്ള ഉത്തരവാദിത്തം നമ്മുടെ ICUലെ ഇൻചാർജർക്കാണ്. ഇതിന് ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. Should initiate research and be recognized as an authority. എന്താണ് ഒരു റിസർച്ച്? നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ എല്ലാ പ്രവർത്തനം ഇപ്പൊ വാർഡുകളിലാണെങ്കിലും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഏതൊരു സെക്ഷൻ എടുത്താലും നമുക്ക് റിസർച്ചുകൾ നടത്താൻ, ഫാർമസി ആണെങ്കിലും നമുക്ക് ഗവേഷണങ്ങൾ നടത്താലോ. പുതിയ പുതിയ രോഗങ്ങളുമായിട്ട് അല്ലെ, പുതിയ പുതിയ അസുഖങ്ങളുമായിട്ടൊക്കെ പേഷ്യൻസ് വരാമല്ലോ, വരില്ലേ? ഇപ്പൊ കൊറോണ, ഇപ്പൊ നമ്മ ലാസ്റ്റ് കേട്ട കൊറോണ, നിപ്പ, അതൊക്കെ എന്താണ് പുതിയ അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ അവര് എന്താണ് അതിനെ കുറിച്ച് റിസർച്ചുകൾ നടത്തിയിട്ടല്ലേ അതിന് വേണ്ട മരുന്നുകള് നമുക്ക് ഈ എന്താണ് വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ എന്താണ് നമുക്ക് ICUമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയും അതെന്താണ് ബന്ധപ്പെട്ട അല്ലെ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിനെ അറിയിക്കണോ, ഹോസ്പിറ്റൽ അതോറിറ്റിനെ അറിയിക്കണോ? ചിലപ്പോ ഇൻഫെക്ഷൻസ് ആവാം അല്ലെ,
സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാവാം അല്ലെ, സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ആവാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അതോറിറ്റിനെ വിവരം അറിയിക്കേണ്ടത് നമ്മുടെ ICUലെ ഇൻചാർജറാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. എന്താണ്? നമ്മുടെ എല്ലാ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫുകളിലെ വിവരം അറിയിക്കേണ്ടത് അല്ലെ, സ്റ്റാഫുകളുമായി അവലോകനം ചെയ്യുന്നത് നമ്മുടെ ഇൻചാർജർ ആയിരിക്കും, ICUലെ ഇൻചാർജർ ആയിരിക്കും. നമുക്കറിയാം ഓരോ പേഷ്യന്റിനെ കുറിച്ചും, ഒരു പേഷ്യന്റിന് നമ്മൾ ട്രീറ്റ്മെന്റ് മാത്രമല്ല അല്ലെ, മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, അവിടെ എക്യുപ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് പ്രൊസീജിയേഴ്സ് നടത്തുന്നുണ്ട്, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ട്രീറ്റ്മെന്റ് ആൻഡ് അതർ കെയർ അല്ലെ, ബന്ധപ്പെട്ട ഒരു രോഗിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടുത്തെ സ്റ്റാഫുകളുമായി അവലോകനം ചെയ്യേണ്ടത് നമ്മുടെ ICU ഇൻചാർജറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, ഇപ്പൊ പറഞ്ഞത് നമ്മൾ എന്താ ICU ഇൻചാർജറുടെ ഡ്യൂട്ടീസ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുർ. ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ നമ്മുടെ എന്താണ് ICUല് എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത്, ICUലെ പ്രവർത്തനങ്ങളില് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എൻഷുർ ചെയ്യേണ്ടത് അല്ലെ. നെക്സ്റ്റ് ഫസ്റ്റ് വൺ നോക്കി, ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി അല്ലെ. പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം അല്ലെ ICUലെ എൻവയോൺമെന്റ്, ഫെസിലിറ്റീസ് അല്ലെ. ഒരുപാട് സൗണ്ട് ഒക്കെ കേൾക്കാൻ പറ്റുമോ പേഷ്യന്റിന്? നോയ്സ് ഒന്നും ഇല്ലാത്ത അല്ലെ, കാമായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം അല്ലെ. അതിന് പറ്റിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കണം അല്ലെ. ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള എക്യുപ്മെന്റുകൾ അല്ലെ, ഫെസിലിറ്റീസ്. അപ്പൊ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെ, ICUല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? സഫിഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എന്താണ്? ICUലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ സജ്ജമാക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാ? നമുക്കറിയാം ICUല് എന്തൊക്കെ കാര്യങ്ങൾ വേണം? എക്യുപ്മെന്റ്സുകൾ വേണം, ബെഡ്സുകൾ വേണം അല്ലെ, എക്യുപ്മെന്റുകള്, ബെഡ്സുകള്, മെഡിസിനുകള് അല്ലെ, മെഡിസിനുകള്. അപ്പൊ അങ്ങനെയുള്ള ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ അല്ലെ, ആ ഡ്രഗ്സുകള്, നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള എന്താണ് റിസോഴ്സുകൾ അല്ലെ, വിഭവങ്ങള് ICUല് ഉറപ്പാക്കേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അല്ലെ. ഏതെങ്കിലും ഒരു സ്റ്റാഫുകൾ നമ്മൾ ICUലൊക്കെ ചാർജിൽ നിർത്തിയാൽ മതിയോ? സ്റ്റാഫുകളെ നമ്മ ചാർജ് ഏൽപ്പിച്ചാൽ മതിയോ? പോരാ അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള വൈദഗ്ധ്യമുള്ള ആളുകളെ വേണ്ടേ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, ട്രെയിനിങ്ങുകൾ ലഭിച്ചാൽ. അപ്പൊ ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം അല്ലെ, ICUലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള വൈദഗ്ധ്യമുള്ള മെഡിക്കൽ സ്റ്റാഫിനെയും ഒരു നഴ്സിംഗ് ടീമിനെയും നിയമിക്കുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് കെയർ that include proper referral system. ഇങ്ങനെയുള്ള കെയർ ആണ് പേഷ്യൻസിന് കൊടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് കെയർ അല്ലെ, നിലവാരമുള്ള പരിചരണമല്ല കൊടുക്കേണ്ടത്, ക്വാളിറ്റിയുള്ള അല്ലെ, ക്വാളിറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ ശരിയായ രീതിയിലുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. അതിൽ എന്തും കൂടി ഉൾപ്പെടുന്നുണ്ട്? പ്രോപ്പർ റെഫറൽ സിസ്റ്റം അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള. അപ്പൊ അവിടെ നോക്കിയിട്ട് പറ്റാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? റെഫർ ചെയ്യണം അല്ലെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് കെയറിന് വേണ്ടി റെഫർ ചെയ്യണോ? വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യണം അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ അതിൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് കെയറിൽ പ്രോപ്പർ റെഫറൽ സിസ്റ്റം കൂടി ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് എൻഷുർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. അവിടെ നിന്ന് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഗ്രാമുകള് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് പെടുന്നുണ്ട്, കെയർ പെടുന്നുണ്ട്, ടെസ്റ്റുകൾ പെടുന്നുണ്ട്, പ്രൊസീജിയേഴ്സ് പെടുന്നുണ്ട്, സർവീസുകൾ, എക്യുപ്മെന്റുകളുടെ ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ പെടുന്നുണ്ട് അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പെടുന്നില്ലേ? അപ്പൊ അതിലെന്ത് ചെയ്യണം? ക്വാളിറ്റി ഉറപ്പുവരുത്തണ്ടേ? ക്വാളിറ്റി അഷുറൻസ് ചെയ്യണ്ടേ? ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. ICUവിലെ അഡ്മിഷന് വേണ്ടിയിട്ടും അവിടുത്തെ ഡിസ്ചാർജിന് വേണ്ടിയിട്ടും ശരിയായ രീതിയിലുള്ള പോളിസികൾ, നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം മിസ്. എന്താണ് ഹോസ്പിറ്റലിലെ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ICUല എന്ത് ചെയ്യാം? എൻവയോൺമെന്റ്, ശരിയായ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത് വരുന്നത് എന്താണ്? സഫിഷ്യന്റ് റിസോഴ്സുകൾ അല്ലെ? ഹോസ്പിറ്റൽ ICUലെ നല്ല വർക്കിംഗ് കണ്ടീഷന് വേണ്ടി അല്ലെ, ശരിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് റിസോഴ്സുകൾ, വിഭവങ്ങളെ സജ്ജമാക്കുക. മൂന്നാമത് വരുന്നത് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ, വൈദഗ്ധ്യമുള്ള ICUലെ പ്രവർത്തനങ്ങൾ നടത്താൻ വൈദഗ്ധ്യമുള്ള മെഡിക്കൽ ടീമിനെയും നഴ്സിംഗ് ടീമിനെയും അവിടെ എന്താണ് നിയമിക്കുക അല്ലെ, അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതും ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. നാലാമത് പറയുന്നത് എന്താ? സ്റ്റാൻഡേർഡ് ഓഫ് കെയർ അല്ലെ, നിലവാരമുള്ള ക്വാളിറ്റിയുള്ള കെയർ, പരിചരണങ്ങൾ പേഷ്യൻസിന് കൊടുക്കുക. അതില് പ്രോപ്പർ റെഫറൽ സിസ്റ്റം അല്ലെ, ആ ഹോസ്പിറ്റല് ചിലരെന്ത് ചെയ്യാറുണ്ട്? ഈ രോഗിയെ വേറെ എവിടേക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്താൽ അവരാ റവന്യൂ കുറയുമല്ലോ, ഇൻകം കുറയുമല്ലോ. അറിയോ? സിനിമയിലൊക്കെ കാണാറില്ലേ നിങ്ങൾ? മൂവീസിലൊക്കെ കാണാറില്ലേ? അപ്പൊ അവരെന്ത് ചെയ്യും? പരമാവധി ആ പേഷ്യൻസിനെ അവിടെ തന്നെ നിർത്താൻ നോക്കും അല്ലെ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അവിടെ തന്നെ നിർത്താൻ നോക്കും അല്ലെ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ, ശരിയായ രീതിയിലുള്ള റെഫറൽ സിസ്റ്റം ഇതില് ഈ സ്റ്റാൻഡേർഡ് ഓഫ് കെയറിൽ ഉൾപ്പെടുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കൊടുക്കുന്ന അല്ലെ, പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തില്, കെയർസില്, ട്രീറ്റ്മെന്റുകളിലെ പ്രൊസീജിയേഴ്സിൽ എന്താണ്? ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ആറാമത് വരുന്നത് എന്താ? ശരിയായ രീതിയിലുള്ള എന്താണ്? അഡ്മിഷനും ഡിസ്ചാർജിനും ശരിയായ രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? ഓക്കെയാണോ എല്ലാവർക്കും? നെക്സ്റ്റ്, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICUലെ സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന്? A unit secretary in the ICU is normally the first person whom family members and visitors meet when coming into the ICU. നമ്മ ICUല ഒരു അഡ്മിറ്റ് ആക്കിയ രോഗിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ വിസിറ്റേഴ്സോ ആദ്യം മീറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ, വ്യക്തി എന്ന് പറയുന്നത് ആരാ? ICU സെക്രട്ടറി ആയിരിക്കും. നമ്മൾ ICUല് ബെല്ലടിക്കാറില്ലേ? ഒന്നിലെ ബെല്ലടിക്കും അല്ലെങ്കിൽ നോക്ക് ചെയ്യില്ലേ? അത് നേരിട്ട് ICUവിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? ICUവിന്റെ ഉള്ളിലേക്ക് നേരിട്ട് കയറാൻ പറ്റുമോ നമുക്ക് ചെന്നപ്പാടെ? ഇല്ല അല്ലെ? നമ്മൾ ഒന്നിലേക്ക് ബെല്ലടിക്കും അല്ലെങ്കിൽ നോക്ക് ചെയ്യില്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ആദ്യം മീറ്റ് ചെയ്യുന്നത്, കാണുന്ന ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ICU സെക്രട്ടറി ആയിരിക്കും. ഓക്കെയാണോ? അല്ലെങ്കിൽ ഫോൺ ഇപ്പൊ മിക്ക മോഡേൺ ആയിട്ടുള്ള കുറച്ചും കൂടി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ എന്താണ്? ഫോൺ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ട് അല്ലെ? പുറത്ത് നിന്ന് വിളിക്കുന്നവർക്ക് ഫോൺ ചെയ്യാലോ, കോൾ ചെയ്യാലോ.
കണ്ടിട്ടുണ്ടോ അതൊക്കെ? ഐസിയുവിന്റെ ഉള്ളിലേക്ക് ഫോൺ ചെയ്യാം. അപ്പൊ ഫോൺ ചെയ്യാം അല്ലെ. നെക്സ്റ്റ് അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഐസിയുവിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറത്തേക്ക് എന്താണ് അറ്റൻഡ് കോൾസ് എടുക്കുന്നതും മെസ്സേജുകൾ പ്രോപ്പറായ രീതിയിൽ ശരിയായ രീതിയിൽ പാസ് ചെയ്യുന്നതും ഈ ICU സെക്രട്ടറി ആയിരിക്കും. ക്ലിയർ ആണോ? അറിയാം ഐസിയുവിൽ പലതരത്തിലുള്ള മെസ്സേജുകൾ പുറത്തേക്കും അകത്തേക്കും പാസ് ചെയ്യണ്ടേ. പുറത്ത് നിൽക്കുന്ന ഫാമിലീസ് മെമ്പേഴ്സ് എന്താണ് റിലേറ്റീവ്സിന് അല്ലെ, പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്. പിന്നെന്താണ് പുറത്തു നിന്ന് അകത്തേക്കും കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ICUലേക്ക് കൊടുക്കണോ മെസ്സേജസ്? അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നതും ICUലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതും ICU സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പറയുന്നത് അക്കൗണ്ടബിൾ ഫോർ ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് ലിസണിംഗ് ടു ഡിറ്റർമിൻ വാട്ട് ദ ക്ലയന്റ് റിക്വയർസ്. അല്ലെ, അവിടുത്തെ ക്ലയന്റിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കേണ്ടതും അവരെ ബീറ്റ് ചെയ്യേണ്ടത് അല്ലെ, അഭിവാദ്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ICU സെക്രട്ടറിക്കാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മ പുറത്തുനിന്ന് നിൽക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ചോദിക്കാറില്ലേ, വിളിച്ചിട്ട് ബെല്ലടിച്ചിട്ട് അല്ലെങ്കിൽ നോക്ക് ചെയ്തിട്ട് കുറെ നേരം നമ്മ പുറത്ത് നിൽക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ബന്ധുവിന്റെ അവസ്ഥ എന്താണെന്നറിയാൻ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവൂലേ? അപ്പൊ നമ്മ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് നമ്മ എന്ത് ചെയ്യും? നോക്ക് ചെയ്യില്ലേ, അല്ലെങ്കിൽ ബെല്ലടിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ അപ്പൊ എന്താണ് നമുക്ക് വിവരങ്ങൾ അല്ലെ, ക്ലയൻസിന് വിവരങ്ങൾ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുകയും അവരെ അഭിവാദ്യം ചെയ്യുന്നതും ആരാണ്? ICUയുടെ സെക്രട്ടറിയാണ്. ഓക്കെയാണോ? നമ്മ ബെല്ലടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ചോദിക്കാനായിട്ട് ആ ഒരു സെക്കൻഡിൽ ഡോക്ടർ എല്ലായ്പ്പോഴും വന്ന് നമ്മുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞു തരാറുണ്ടോ? ഇൻഫർമേഷൻസ് തരാറുണ്ടോ? രോഗിയെ കുറിച്ചുള്ള ICUയിൽ കിടക്കുന്ന ഇല്ല അല്ലെ. അവര് ആ റൗണ്ട്സിന്റെ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മാത്രം അല്ലെ, മെയിൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ലേ ഡോക്ടർ വരുള്ളൂ. ആ മെയിൻ ആയിട്ടുള്ള ബാക്കി നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും തരുന്നത് ആരാ? ഈ ICUയിലെ സെക്രട്ടറി ആയിരിക്കും. ഓക്കെയാണോ? The secretary is liable to answer basic questions and provide general information such as visiting hours for the ICU. ICUയിലെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെ പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതും പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരേണ്ടതും ആരാണ്? ICUയിലെ സെക്രട്ടറിയാണ്. എന്താണ്? ICUയിലെ വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ, നമുക്കറിയാം ICUയിലെ എല്ലാ സമയത്തും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കോ? ഇല്ല അല്ലെ. വിസിറ്റിംഗ് അവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു തരുന്നതും പൊതുവായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നതും ICUയിലെ സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പറയുന്നത് if cannot provide information concerning the medical status of a patient, it is secretary who helps point the customers in the right direction and refers them to other staff members if needed. ചില സമയത്ത് നമുക്ക് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള കറക്റ്റ് മെഡിക്കൽ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കില്ലല്ലോ, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന പേഷ്യന്റിനെ കുറിച്ചുള്ള അല്ലെ, അല്ലെങ്കിൽ ആ സെക്രട്ടറിക്ക് പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ ചോദിക്കുമ്പോ ഈ കറണ്ട് ആ ഒരു പേഷ്യന്റിന്റെ കറണ്ട് സ്റ്റാറ്റസ് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിൽ അത് പറയാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സിനെ പറയണ്ടേ? വേണല്ലേ. എന്താണ് നമ്മുടെ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന കാർഡിയോളജി ഡോക്ടറെ കണ്ടാൽ മതി, അതല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു തരില്ലേ? ആണോ? അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ സ്റ്റാറ്റസ് പറയാൻ സാധിക്കുന്നില്ല, അറിയണമെങ്കിൽ ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റൈറ്റ് ഡയറക്ഷൻ ആരെ കാണണം അല്ലെ, ആരോട് ചോദിച്ചാലും പേഷ്യന്റിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ലഭിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റൈറ്റ് ഡയറക്ഷൻ കൊടുക്കുന്നതും ആരാണ്?
മറ്റ് സ്റ്റാഫുകൾക്ക് നഴ്സിനെ അല്ലെങ്കിൽ ഡോക്ടറെ റെഫർ ചെയ്യുന്നതും നമ്മുടെ ICUലെ സെക്രട്ടറിയാണ്. ഇതായോ ICU സെക്രട്ടറിയാണ്. പറയാറില്ലേ ചില സമയത്ത് ICUല് മുട്ടിക്കഴിയുമ്പോ നമുക്ക് ഇന്ന പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയണമെന്ന് പറയുമ്പോ പറയാറില്ലേ ഡോക്ടർ ഇന്ന ഡോക്ടറെ പോയി കണ്ടാൽ മതി, കറക്റ്റ് ഇൻഫോർമേഷൻസ് തരുമെന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ മിസ് എടുത്തോടത്തോളം വരെയും ICU സെക്രട്ടറി. ഓക്കെ, നെക്സ്റ്റ് വരട്ടെ. ക്ലിയർ ആണോ? അതൊക്കെയാണോ? Next, perform clerical task. Update bed status in computer. എന്താണ് നമുക്കറിയാം, ICUലാണെങ്കിലും ഏതൊരു സെക്ഷൻ ആണെങ്കിലും ക്ലറിക്കൽ വർക്കുകൾ ഉണ്ടാവും അല്ലെ? ഉണ്ടാവോ? ഫയലുകൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്ലറിക്കൽ ടാസ്കുകൾ ചെയ്യുന്നതും അപ്ഡേറ്റ് എന്താണ് കമ്പ്യൂട്ടറിൽ നമുക്കറിയാം. ബെഡ്സിന്റെ ICUലെ ബെഡിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ചിലപ്പോ ICUല് ഒരു 6 പേഷ്യന്റ് ഉണ്ടാവാം. ചിലപ്പോ എന്താണ് ആ ദിവസം ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തു, അതല്ലെങ്കിൽ പുതിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കും അല്ലെ ICUല്, അല്ലെങ്കിൽ പുതിയ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കും. അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ICU സെക്രട്ടറിയാണ്. നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ? എന്താണ് പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ നിലനിർത്തേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഫയൽസുകൾ അല്ലെ? ICUമായി ബന്ധപ്പെട്ട ഫയൽസുകൾ സൂക്ഷിക്കേണ്ടതും ആരാണ്? ICU സെക്രട്ടറിയാണ്. ക്ലറിക്കൽ വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ ICU സെക്രട്ടറി. അതേപോലെ ICUമായി ബന്ധപ്പെട്ട ഫയൽസുകള്, പിന്നെ എന്താണ് ICUലെ കിടക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ICU സെക്രട്ടറിയാണ്. ലാസ്റ്റ് വൺ എന്താണ്? വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് ടു കോർഡിനേറ്റ് കെയർ സർവീസ്. എന്താണ്? നമുക്കൊരു ICUലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു സെക്ഷനിലെ സർവീസുകൾ മാത്രം മതിയോ? പോരാ അല്ലെ? നമുക്ക് മറ്റ് സർവീസുകൾ വേണ്ടേ? ലാബിലെ സർവീസ് വേണം അല്ലെ? ഫാർമസിയിലെ സർവീസ് വേണം അല്ലെ? ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ വേണം അല്ലെ? വേണ്ടേ? വേണം. അപ്പൊ മറ്റ് എന്താണ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ഒരു കെയർ സർവീസ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഏകോപിപ്പിക്കേണ്ടതും ആരാണ്? ICU സെക്രട്ടറിയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ ചാപ്റ്റർ? ക്ലിയർ ആണോ? എന്താണെന്ന് പറയാത്തെ? ഓക്കെയാണ്. ഒന്ന് വായിച്ചു നോക്കിയ എന്നാ ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും. മിസ് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാന്ന് വിചാരിച്ചു വന്നാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ഫാർമസി എന്നുള്ള ചാപ്റ്റർ ആണ് നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. 2 മിനിറ്റ് വായിച്ചു നോക്കിയേ. ലെഫ്റ്റ് ചെയ്യണ്ട, വായിച്ചു നോക്ക്. സമയം കിട്ടുമ്പോ വായിച്ചു നോക്ക്. ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തൊടില്ല.
ഈ ക്ലാസ്സിലിരുന്ന് നോക്കണ മാത്രമേ ഉള്ളൂ മക്കളെ. പിന്നെ പഠിക്കുന്നുണ്ടോ? പിന്നെ നോക്കുന്നുണ്ടോ നിങ്ങ? നോക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, നല്ല കുട്ടികളാണ് കേട്ടാ. റെക്കോർഡ് കേൾക്കും. ഓക്കെ. ഓപ്പൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ യൂണിറ്റിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് അല്ലെ. ഓപ്പൺ യൂണിറ്റിൽ വരുന്ന പേഷ്യൻസിന് വേണ്ട പരിചരണങ്ങൾ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ ഫിസിഷ്യൻ ആയിരിക്കും അല്ലെ. അധികം എന്താണ് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത എന്താണ് ഈ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നമുക്ക് ട്രെയിനിങ്ങുകളൊന്നും കിട്ടാത്ത ഒരു ഫിസിഷ്യൻ ആയിരിക്കും ഓപ്പൺ യൂണിറ്റ് പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷെ ക്ലോസ്ഡ് യൂണിറ്റിൽ ആരാണ്? ഇന്റൻസിവിസ്റ്റുകളായിരിക്കും അല്ലെ. പരിശീലനങ്ങൾ ലഭിച്ച ക്രിട്ടിക്കൽ പേഷ്യന്റിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം, അവർക്ക് എന്ത് കെയർ കൊടുക്കണം എന്ന് എന്താണ് കൂടുതൽ ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും ഇന്റൻസിവിസ്റ്റ് അല്ലെ ആയിരിക്കും ക്ലോസ്ഡ് യൂണിറ്റിലെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് അവ തമ്മിലുള്ള മേജർ ഡിഫറൻസ് കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയറിലെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ചില പേഷ്യൻസിന് എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ICU കിടത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് സ്റ്റേബിൾ ആവില്ലേ? ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ മാറിക്കിട്ടും അല്ലെ. പക്ഷെ എന്താണ് അവര് ആ ക്രിട്ടിക്കൽ ഗുരുതരാവസ്ഥ മാറിക്കഴിഞ്ഞിട്ട് പക്ഷെ എന്താണ് നമ്മ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ആയിട്ടില്ല. പക്ഷെ എന്താണ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. ആ സമയത്ത് എന്ത് ചെയ്യും? ICU ഡിസ്ചാർജ് ചെയ്തിട്ട് അവരെ റൂമിലേക്കോ അതല്ലെങ്കിൽ വാർഡിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ICU ഡിസ്ചാർജ് ചെയ്യും, പക്ഷെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ല. അവരെങ്ങോട്ട് മാറ്റുന്ന? തുടർച്ചയായി നിരീക്ഷണം ഒബ്സർവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വാർഡിലേക്കോ അതല്ലെങ്കിൽ റൂമിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും? ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ്